വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനം. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കല്ലുകൾ അപ്പമാകാൻ പറയുക എന്ന പ്രലോഭനത്തിന് യേശു ദൈവവചനത്താൽ നൽകുന്ന മറുപടി, അതിൻ്റെ ധ്യാനമാണിത്. മനുഷ്യന് തീർച്ചയായും തൻ്റെ ശരീരത്തെ പരിപോഷിപ്പിക്കേണ്ടതിന് അപ്പം ആവശ്യമാണ്. അപ്പത്തിൻ്റെ വറുതി, ഭക്ഷണമില്ലാത്ത ഒരു സാഹചര്യം വലിയ പ്രലോഭനത്തിനും പലവിധ തിന്മകൾക്കും കാരണമായി തീരാറുണ്ട്. എന്നാൽ യേശു 40 ദിവസം ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ അവനുണ്ടായ വിശപ്പിനെ അവൻ ദൈവമാണ് എന്നതിനാൽ ദൈവിക ശക്തിയാൽ അല്ല അതിജീവിക്കുന്നത്. തീർത്തും മാനുഷികമായ രീതിയിൽ അവന് വിശന്നപ്പോൾ ദൈവവചനം കൊണ്ട് പ്രലോഭനത്തെ നേരിടുന്നു. ഇനി ദൈവവചനം കൊണ്ട് പ്രലോഭനത്തെ നേരിടുന്ന കർത്താവിൻ്റെ വിശപ്പ് മാറിയോ? അപ്പോൾ അവൻ്റെ വിശപ്പ് മാറുന്നില്ല. അവൻ ആ വിശപ്പിനെ എപ്രകാരം മാനേജ് ചെയ്യുന്നു, എപ്രകാരം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം പഴയ നിയമത്തിലും സമാനമായ അനുഭവങ്ങളിലൂടെ ദൈവജനം കടന്നുപോയിട്ടുണ്ട്. പുറപ്പാട് യാത്രയിൽ ഭക്ഷണമില്ലാതെ ജനം വലഞ്ഞപ്പോൾ ദൈവവചനമാണ് അവർക്ക് ഭക്ഷണം നൽകിയത്. ആ മരുഭൂമി യാത്രയിൽ മരുഭൂമിയിലെ കല്ലുകളെ അപ്പമാക്കിക്കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനം അവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് അവർക്ക് മന്ന വർഷിച്ച് നൽകിയതിനെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ ക്ഷാമത്തിൻ്റെ സമയത്ത് ഏലിയായ്ക്ക് കാക്കകൾ അപ്പം കൊണ്ടുവന്ന് നൽകുന്നു. കാക്കകളോട് കർത്താവ് കൽപ്പിക്കുകയും കാക്ക അപ്പം നൽകുകയും ചെയ്യുന്ന സാഹചര്യം. സാധാരണ കാക്കകൾ മനുഷ്യരുടെ കയ്യിലുള്ള അപ്പം കൂടി പിടിച്ചുകൊണ്ട് പോകുന്ന വർഗമാണ്. എന്നാൽ ദൈവവചനം കാക്കകളെ കൊണ്ട് പ്രവാചകന് അപ്പം നൽകിക്കുന്നു. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വചനത്തിൽ എലീഷ പ്രവാചകൻ 100 പേർക്കായിട്ട് അപ്പം വർദ്ധിപ്പിക്കുന്നതും കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ സകല ആവശ്യ മേഖലകളിലും പരിവർത്തനങ്ങൾ നടത്തിക്കൊടുക്കും. എന്നാൽ മനുഷ്യൻ്റെ ആവശ്യമായ വിശപ്പ് എടുത്തു മാറ്റിക്കൊണ്ടല്ല ദൈവം ഇത് ചെയ്യുന്നത്. വിശപ്പ് മൂലമാണല്ലോ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ അവനിൽ നിന്നും ആ വിശപ്പ് അങ്ങ് മാറ്റിക്കളയാം എന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. വിശപ്പ് അതുപോലെ തന്നെ നിൽക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവം, അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രകൃതവും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോൾ ദൈവവചനം അതിന് പരിഹാരവും ആവശ്യമായ പോഷണവും നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ വലിയ ഒരു സത്യം യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളും പ്രതിസന്ധികളുമെല്ലാം അതുപോലെ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത മറ്റൊരു വഴിയിലൂടെ ദൈവം തൻ്റെ വചനമയച്ച് ഈ കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്നു, പരിഹരിക്കുന്നു. രോഗാവസ്ഥയിലാകട്ടെ, ദാരിദ്ര്യത്തിൻ്റെ സമയത്താകട്ടെ, യുദ്ധസമയത്ത്, ഒറ്റപ്പെടുമ്പോൾ എല്ലാം ദൈവവചനം എല്ലാ മേഖലകളിലും സഹായം ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളെ മാറ്റിക്കൊണ്ടല്ല, വിശപ്പ് എന്ന മനുഷ്യ പ്രകൃതത്തിൻ്റെ ആ അവസ്ഥ എടുത്തു മാറ്റിക്കൊണ്ടല്ല, വചനം അപ്പമായി രൂപാന്തരപ്പെട്ട് അവർക്ക് നൽകുന്നു. മറ്റൊരു വലിയ സത്യം ഇതിലൊളിഞ്ഞിരിക്കുന്നത് യേശു തന്നെയും മാംസം ധരിച്ച വചനമാണ്. അവൻ്റെ ശരീരം അപ്പമായി, അവൻ്റെ മനുഷ്യർക്ക് മുഴുവൻ ജീവൻ നൽകുന്ന അപ്പമായി തീരാനിരിക്കുന്നു എന്ന ഒരു സൂചന നമുക്കിവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. Have a blessed day to all of you.